ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വേവ് കുറഞ്ഞ അരി, അതായത് റേഷൻ കടയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന അരി നമ്മൾ കുക്കർ തയ്യാറാക്കിയെടുക്കുമ്പോൾ ഇതുപോലെ കട്ടയൊന്നും പിടിക്കാതെ, തവയിലൊന്നും ഒട്ടും തന്നെ ഒട്ടി പിടിക്കാതെ നമുക്ക് നല്ല പാകത്തെ വേവിന് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കറിൻ്റെ 3/4 ഭാഗത്തോളം വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചില കുക്കറിൽ നല്ല മിക്ക കുക്കറിലും ഈ 3/4 ഭാഗത്തോളമൊക്കെ വെള്ളം വെക്കുമ്പോൾ ഇത് പുറത്ത് വിസിലടിക്കുന്ന സമയത്ത് പുറത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു സ്പൂണോ തവിയോ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അത് വിസിലടിക്കുമ്പോൾ പുറത്ത് പോകുന്ന പ്രശ്നം ഉണ്ടായിരിക്കില്ല. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഒരു വിസിൽ വരുന്നവരെ വേവിക്കാം. കാരണം ഇത് റേഷൻ അരിയാണ്, വേവ് കുറഞ്ഞ അരിയാണ്. അപ്പോൾ ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഇത് തീ ഓഫാക്കിയിടാം. അപ്പോൾ ഇവിടെ ഒരു വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്പം തന്നെ എടുത്തിട്ട് ഇതിൻ്റെ കുക്കറിനകത്തുള്ള പ്രഷർ കളയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊരു പൈപ്പിൻ്റെ ചുവട്ടിൽ വെച്ചിട്ടാണ് പ്രഷർ കളയുന്നത്. നമ്മൾ സ്പൂൺ വെച്ച് വിസിൽ പൊന്തിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ഇങ്ങനെ പൈപ്പിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് വെള്ളം പാർന്ന് ഇതിൻ്റെ ആവി കളയുന്നത്. അപ്പോൾ ഇങ്ങനെ ദേഹത്ത് തെറിക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല. ഇങ്ങനെ ആവുമ്പോൾ ഇതിൻ്റെ പ്രഷർ മൊത്തം കളഞ്ഞ് ഒന്ന് ഉറപ്പ് വരുത്തണം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അടപ്പ് തുറന്ന് ഇതിൻ്റെ വേവൊന്ന് നോക്കുക. അപ്പോൾ ചിലർക്ക് ഇത് വേവ് കുറഞ്ഞ അരിയാണ്, അപ്പോൾ ചിലർക്ക് ഈ വേവ് മതിയായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് നന്നായിട്ട് നല്ല വെള്ളം പാർന്നിട്ട് ഇതിൻ്റെ കൊഴുപ്പൊക്കെ കളഞ്ഞിട്ട് നമ്മളിത് വാർത്തെടുക്കുക. അല്ല, അപ്പോൾ ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത് ഒന്നും കൂടി വേവണം. കാരണം ഇവിടെ കുട്ടികളൊക്കെ ഉണ്ടാകുന്ന തന്നെ അവർക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഒന്നും കൂടി വേവണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊന്നും കൂടി അടച്ച് വെക്കുകയാണ്. തീയൊന്നും കത്തിക്കുന്നില്ല. അതിൻ്റെ കുക്കർ തന്നെ ഒന്നും കൂടി അടച്ച് വെക്കുകയാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ നോക്കുന്നത്. അപ്പോൾ ഏകദേശം ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന വേവിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് നന്നായിട്ട് വെള്ളം പാർന്ന് വാർത്തെടുക്കുകയാണ് ചെയ്തത്. ഇനിയില്ല, ഒന്നുകൂടെ വേവണമെന്നില്ലവർക്ക് അടപ്പ് തുറന്നിട്ട് ഒന്ന് ഗ്യാസിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കത്തിച്ച് അപ്പം തന്നെ ഊറ്റിയെടുത്താലും മതി. അങ്ങനെ ചെയ്യാം. പിന്നെ ഇത് നമ്മൾ ഊറ്റിയെടുക്കുന്ന സമയത്ത് നന്നായിട്ട് വെള്ളം പാർന്നിട്ട് ഇതിൻ്റെ കൊഴുപ്പ് കളയണം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് ഒന്നും കൂടെ നല്ലത്. ഞാൻ പിന്നെ ഇവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് പച്ചവെള്ളം യൂസ് ചെയ്തു എന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.